ഹായ് കൂട്ടരെ, ഇന്നത്തെ എപ്പിസോഡിൽ ഗോപാലകൃഷ്ണൻ വന്ന് പണത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ശ്യാമ ചോദിക്കുന്നത് ഏത് പണമാണെന്നും എപ്പോഴത്തെ പണമാണെന്നും എവിടുന്ന് കിട്ടിയെന്നൊക്കെയുള്ള രീതിയിലുള്ള സംശയങ്ങളോടെ കൂടിയുള്ള ചോദ്യമായിരുന്നു. അത് കേട്ടതോടെ ഗോപാലകൃഷ്ണൻ വല്ലാത്ത കലിയിളകി. ഗോപാലകൃഷ്ണൻ പറഞ്ഞു, നിന്നോട് ചോദിക്കാൻ വന്നപ്പോൾ തന്നെ നിനക്ക് രണ്ടെണ്ണം തന്നിട്ട് ചോദിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അത് കൈയോടെ തന്നെ തന്നേക്കാം എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ശ്യാമയുടെ കർണത്തടിക്കുന്നു. എന്നിട്ട് ശ്യാമയോട് ചോദിച്ചു, നിനക്കറിയത്തില്ലേ ആ പണത്തിന്റെ കാര്യം? ഞാനേ ഇത്രയും നേരം പണത്തിന് വേണ്ടി എവിടെയെല്ലാം നെട്ടോട്ട് ഓടി അവസാനം ആ സത്യാമ്മയുടെ കാല് വരെ ചെന്ന് പിടിച്ചു. എന്നിട്ടാണ് പണം കണ്ടെത്തിയത്. ആ സമയത്ത് നീ ഒരു വാക്ക് പോലും പണത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഈ പണം നീ കയ്യിൽ വെച്ചിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നല്ലേടി എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ ശ്യാമയുടെ നേരെ തട്ടിക്കയറുമ്പോ ശ്യാമ പറഞ്ഞു, അച്ഛാ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഏത് പണത്തിന്റെ കാര്യാ എന്ന് ചോദിച്ചിട്ടും. നിനക്ക് അറിയത്തില്ല അല്ലേടി എന്ന് ചോദിച്ച് വീണ്ടും ശ്യാമയുടെ കർണത്തടിച്ചിട്ട് ഗോപാലകൃഷ്ണൻ ചോദിച്ചു, ശാരികയുടെ പ്രസവത്തിന് വേണ്ടി ശാരദ സ്വരുക്കൂട്ടി വെച്ച ചിട്ടി പിടിച്ച് ആ പണത്തിന്റെ കാര്യമായിട്ട് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞത് ശ്യാമ ആകെ ഞെട്ടി. നീ എന്താടി കരുതിയത്? ഞങ്ങൾ ആരുതൊന്നും അറിയില്ല എന്നാണോ നീ കരുതിയത് എന്ന് ചോദിച്ച് ഗോപാലകൃഷ്ണൻ ദേഷ്യപ്പെട്ടപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, ഓ ആ പണത്തിന്റെ കാര്യമാണോ അച്ഛൻ ചോദിക്കുന്നത്? അച്ഛ ആ പണം അതിന് ശാരികേച്ചിയുടെ പ്രസവത്തിന് വേണ്ടി അമ്മ സ്വരുക്കൂട്ടി തന്ന് അച്ഛനോട് ആരാ പറഞ്ഞത്? അതെ, എനിക്ക് വേണ്ടി അമ്മ കൂടിയ ചിട്ടിയാ അത്. എന്നോടത് വാങ്ങിച്ചെടുത്തോളാൻ അമ്മ എത്ര തവണ പറഞ്ഞതാ എന്നെല്ലാം ശ്യാമ കള്ളം പറയുന്നത് കേട്ട് ഗോപാലകൃഷ്ണൻ വീണ്ടും കലിയിളകി. ശാരദാമ്മയുടെ പണം തട്ടിയെടുക്കാനായി ശ്രമിക്കുന്ന ശ്യാമയുടെ കർണത്ത് വീണ്ടും തല്ലിക്കൊണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു, നീ എത്ര വൃത്തികെട്ട ജന്മമാടി! എന്തൊരു നീച സ്വഭാവമാ നിന്റേത്! ഇത്രയും ദുഷ്ടത നിറഞ്ഞ ഒരു മനസ്സാണോടി നിന്റെ കയ്യിലുള്ളത് എന്ന് ചോദിച്ച്, നീയേ ജീവനോടെ ഇരിക്കണ്ട. സത്യത്തിൽ നിന്നെ പോലെയുള്ളവളൊന്നും ജീവിക്കാൻ പാടില്ലാത്തതാണ്. കുടുംബത്തോടും കൂടപ്പിറപ്പിനോടും യാതൊരു സ്നേഹമില്ലാത്തവൾ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ശ്യാമയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. ഈ സമയത്ത് ഗോപാലകൃഷ്ണൻ ശ്യാമയോട് ദേഷ്യപ്പെടുന്നത് അവിടെ അകത്തേക്ക് കയറി വന്ന രോഹിത്തെ കാണാനിടയായി. അച്ഛനും മോൾക്കും ഇടയിലുള്ള എന്തോ പ്രശ്നമാണെന്നുള്ള രീതിയിൽ അല്പം മാറി നിന്ന് രോഹിത്ത് ശ്രദ്ധിച്ചപ്പോഴാണ് ഗോപാലകൃഷ്ണൻ കലിയിളകി ശ്യാമയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന കാഴ്ച കണ്ടത്. നീ ഇനി ജീവനോടെ വേണ്ട, നീ മരിച്ചാ മതി എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ശ്യാമയുടെ കഴുത്തിന് പിടിച്ചതും, നീ ഇത്രയും നാളും ഈ കുടുംബത്തെ വഞ്ചിക്കുകയും ചതിക്കുകയായിരുന്നല്ലേടി എന്ന് ചോദിച്ച് ഗോപാലകൃഷ്ണൻ ദേഷ്യപ്പെടുമ്പോഴേക്കും ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടുന്ന് രോഹിത് ഓടിയെത്തി. അതെ, അച്ഛൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ ഈ ഒരു സ്വഭാവവും വേഷമൊന്നും ഇതിനു മുമ്പ് കണ്ടിരുന്നില്ലല്ലോ, ഞങ്ങളെ വളർത്തിയ സമയത്തൊന്നും ഞങ്ങളുടെ ചെറുപ്പകാലത്തൊന്നും എന്ന് ചോദിച്ചതും, നീ തറുതല പറഞ്ഞ് എന്നെ നാവടപ്പിക്കാൻ നോക്കുന്നോടി എന്ന് ചോദിച്ച് ഗോപാലകൃഷ്ണൻ ശ്യാമയുടെ കഴുത്തിന് കുത്തി പിടിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ഓടിയെത്തുകയാണ് രോഹിത്. ഗോപാലകൃഷ്ണനെ പിടിച്ചു മാറ്റി, മാറച്ച എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ച് രോഹിത് ഇടയിൽ കയറി. അപ്പോഴേക്കും അച്ഛ കാര്യം എന്താ അച്ഛൻ അത് പറ എന്ന് പറഞ്ഞപ്പോ, കാര്യോ ഇവളെ പോലെ ഉള്ളവളൊന്നും ജീവനോടെ വേണ്ട രോഹിത്തെ. കുടുംബത്തോട് സ്നേഹവും കൂറുമില്ലാത്ത ഇവളെ പോലെ ഉള്ളവളൊക്കെ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? രോഹിത്തെ നീ സൂക്ഷിച്ചോ, ഇവള് നിന്നെയും ചിലപ്പോ ഇല്ലാതാക്കിയേക്കും പണത്തിനും മറ്റും വേണ്ടി. ഇവള് ചെയ്തു കൂട്ടിയ വൃത്തികേട് എന്താണെന്ന് രോഹിത് നീ തന്നെ ചോദിക്ക്. നിന്റെ ഭാര്യയല്ലേ, ഇവള് ചെയ്ത തെറ്റെന്താണെന്ന് നീ തന്നെ മനസ്സിലാക്ക്, നീ ചോദിക്കോളോട് എന്ന് പറഞ്ഞു. ഉടനെ രോഹിത് ശ്യാമയുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു, എന്താ ശ്യാമ എന്താ കേൾക്കുന്നത്? നീ എന്ത് കുഴപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും രോഹിത്തിന് ഒന്നും മിണ്ടാതെ ശ്യാമ അങ്ങ് നിൽക്കുന്നത് കണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ശാരികയുടെ പ്രസവത്തിന് വേണ്ടി ശാരദ പിടിച്ചെടുത്ത ചിട്ടിക്ക് ചേർന്നിരുന്നു. ആ പിടിച്ച ചിട്ടി ഇവളെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ, അതും കയ്യിൽ വെച്ചിട്ടാണ് നമ്മളെ കൊണ്ട് ഈ നെട്ടോട്ട് ഓടിച്ചത് എന്ന് പറഞ്ഞത് കേട്ട് രോഹിത് ശ്യാമയുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു, ശരിയാണോ ശ്യാമയെ കേൾക്കുന്നത്? ആ പണം നിന്റെ പക്കലുണ്ടോ എന്ന് ചോദിച്ചതും, ഉണ്ട് എന്ന് ശ്യാമ പേടിയോടെ മറുപടി നൽകി. എത്ര രൂപ എന്ന് ചോദിച്ചപ്പോഴേക്കും 1,00,000 രൂപ എന്ന് ശ്യാമ മറുപടി പറഞ്ഞു. അത് ശാരദാമ്മ ശാരികയുടെ പ്രസവത്തിന് വേണ്ടി എടുത്ത പണമല്ലേ? അത് ഇത്രയും നേരം അച്ഛൻ ആ പണത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുന്ന നീ കണ്ടതല്ലേ? നിന്റെ അടുത്ത് വന്ന് നിന്റെ കയ്യിലെ വള വരെ ഞാൻ ചോദിച്ചതല്ലേ നിന്നോട് എന്ന് രോഹിത് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ ശ്യാമ പറഞ്ഞു, അത് വലിയച്ഛയുടെ പ്രസവത്തിന് വേണ്ടി അമ്മ കൂട്ടിയതൊന്നുമില്ല, അത് എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണൻ കേട്ടു നിന്നിട്ട് സഹിക്കാൻ അവര് കണ്ടില്ലേ വീണ്ടും അവളെ കള്ളം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ ശ്യാമയെ തല്ലാനായിട്ട് കൈ ഓങ്ങി അരികിലേക്ക് പാഞ്ഞതും രോഹിത് ഗോപാലകൃഷ്ണനെ പിടിച്ചു നിർത്തി. ഇത്രയും നീച സ്വഭാവമാണ് ഇവളേത്. സ്വന്തം മകളാണെങ്കിൽ പോലും പറയാതിരിക്കാൻ വയ്യ. ഇവളെ പോലെ ഇത്രയും ദുഷ്ട മനസ്സുള്ള ഒരു സ്ത്രീയെ, ഒരു പെണ്ണിനെ ഞാൻ ഈ ജന്മത്ത് വരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ ശ്യാമയുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ കലിതുള്ളി അവിടെ നിന്ന് ഇറങ്ങി. ഇത് കണ്ടതും രോഹിത് ശ്യാമയോട് ചോദിച്ചു, ശ്യാമേ നിനക്ക് ആ പണം കയ്യിൽ വെച്ചിട്ട് എന്ത് നേട്ടത്തിന് വേണ്ടിയാ? പണമില്ലാതെ കഷ്ടപ്പെട്ടപ്പോ നിന്റെ ഈ കയ്യിൽ കിടക്കുന്ന ഈ വള വരെ ഞാൻ നിന്നോട് പണയത്തിന് ചോദിച്ചതല്ലേ, എന്നിട്ട് നീ അത് ഊരി തന്നില്ലല്ലോ. പിന്നെ ഈ പണം നീ എന്തിനാ കയ്യിൽ വെച്ചിരിക്കുന്നത്? ഇതുകൊണ്ട് എന്താ നേട്ടമാ? ഭൂമിയില് പണത്തെക്കാൾ വലുതായിട്ട് ഒന്നുമില്ല എന്ന് നീ കരുതണ്ട. പണത്തിനും അപ്പുറത്ത് വിലമതിക്കുന്ന പലതുകൊണ്ട് ഈ ഭൂമിയില്.
അന്ന് ഫലത്തിന് ഈ നീ ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഈ പണത്തിന് പുല്ല് വില പോലും ഇല്ലാത്ത നിമിഷങ്ങളുണ്ട്. പിന്നെ ഭൂമിയിലേക്ക് തിരിച്ചു വരാനായി തുടിക്കുന്ന ജീവൻ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ആ മാലാഹ കുഞ്ഞിനെ പോലും നീ ഓർത്തില്ലല്ലോ. അതിന്റെ ജീവന് വേണ്ടിയാണെന്ന് പോലും നീ ചിന്തിച്ചില്ലല്ലോ. ഇതിനൊക്കെ നീ കണക്ക് പറയേണ്ടി വരുന്ന ഒരു ദിവസം ഉണ്ട് ശ്യാമേ, നീ ഓർത്തു വെച്ചോ. അച്ഛൻ പറഞ്ഞത് ശരിയാ. നിനക്ക് ഈ ജന്മത്ത് പണത്തിനോട് മാത്രമേ നീ സ്നേഹിക്കുന്നുള്ളൂ, പണത്തിനോട് മാത്രമേ നിനക്ക് സ്നേഹമുള്ളൂ, അല്ലാതെ മറ്റൊന്നിനോടും നിനക്ക് സ്നേഹവും ആത്മാർത്ഥതയും ഇല്ല എന്ന് രോഹിത് ശ്യാമയോട് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് രോഹിത് ഇറങ്ങി പോകുമ്പോഴേക്കും ശ്യാമ ആകെ നിരാശയോടെ ഇരുന്നു. അതിനുശേഷമാണ് സത്യാമ്മയുടെ വീട്ടുമുറ്റത്ത് സത്യാമ്മയുടെ ഉമ്മറപ്പടിയിലിരുന്ന് ആ ചാവടിയിലിരുന്ന് കണക്കുകൾ നോക്കുന്ന പിള്ളച്ചേട്ടന്റെ അരികിലെ പിള്ളച്ചേട്ടൻ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശാലിനി മുകളില് മട്ടുപ്പാവിലിരുന്ന് മൊബൈലില് എന്തൊക്കെയോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്നത് കണ്ടത്. ആരാണെന്ന് നോക്കിയപ്പോഴേക്കും ഓട്ടോയിൽ നിന്ന് ഗോപാലകൃഷ്ണൻ ഇറങ്ങുന്ന കണ്ടതും ശാലിനി വേഗം പ്രതീക്ഷയോടെ അച്ഛൻ വന്നല്ലോ എന്ന സന്തോഷത്തിൽ വേഗം താഴേക്ക് ഇറങ്ങി പോന്നു. ഈ സമയത്ത് ഗോപാലകൃഷ്ണൻ വേഗം സിറ്റൗട്ടിലേക്ക് വന്നിട്ട് പിള്ളയോട് ചോദിച്ചു, പിള്ളേ തന്റെ കൊച്ചമ്മ ഇവിടെയുണ്ടോ, ആ കളക്ടർ മേഡം എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനി കുഞ്ഞോ ഇവിടെയുണ്ട്, ഗോപാല സാറ് കയറി വാ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞപ്പോ വേണ്ട, ഞാനിവിടെ സംബന്ധം കൂടി വന്നതല്ല, ഇവിടുത്തെ സൽക്കാരം സ്വീകരിക്കാനും എത്തിയതല്ല, എനിക്ക് ഉടനെ തന്നെ പോണം എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനി കുഞ്ഞിനെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പിള്ളച്ചേട്ടൻ പോകാൻ തുടങ്ങിയപ്പോഴേക്കും ശാലിനി താഴേക്ക് എത്തിക്കഴിഞ്ഞു. ശാലിനി മുന്നിലേക്ക് വന്ന് നിന്നിട്ട് എന്താ അച്ഛാ, എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇവിടെ കൊച്ചമ്മ ഉണ്ടായിരുന്നോ, കൊച്ചമ്മയെ കാണുമെന്ന് കഴിയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്നെ കളിയാക്കാൻ വന്നാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും വിളിച്ച് എന്നെ വെറുതെ അപമാനിക്കരുതേ, സത്യത്തിൽ ഞാൻ ആരെയും പരിഹസിക്കാനൊന്നും വന്നതല്ല, സ്വന്തം അച്ഛനാണെന്നുള്ള ബഹുമാനോ ആ ഒരു ചിന്തയോ ഒന്നുമില്ലാതെ മക്കള് പോകുമ്പോ പിന്നെ പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, അച്ഛൻ അകത്തേക്ക് കയറി വാ, ഞാൻ ചായ ഇടാം, പറഞ്ഞാൽ തീരാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ തീർക്കാനായിട്ടോ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനായിട്ടോ വന്നതല്ല ഞാൻ വന്ന മറ്റൊരു കാര്യത്തിന് വേണ്ടിയാ. നീ എൻ്റെ മോൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കെട്ടിവെച്ച പണം ഉണ്ടല്ലോ, അത് തിരിച്ചു തരാൻ വന്നതാ. ഇത് മുഴുവൻ തുകയുമുണ്ട് എന്ന് പറഞ്ഞ് അത് ശാലിനിക്ക് നേരെ നീട്ടി. അത് കണ്ടതും ശാലിനി പറഞ്ഞു, ഞാനേ ഹോസ്പിറ്റലിൽ അടച്ചതേ അതെന്റെ ചേച്ചിക്കും കുഞ്ഞിനും വേണ്ടിയുള്ള പണമാ, അത് എന്റെ അവകാശവും അധികാരവുമാണ് എന്ന് ശാലിനി പറയുമ്പോൾ അത് കേട്ട ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അത് എന്റെ മോളുടെ കുഞ്ഞാണ്, എന്റെ മോളാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, ഈ ഞാൻ കഴിഞ്ഞിട്ടുള്ള അധികാരവും അവകാശവും ഒക്കെ മതി നിനക്ക്, അതുകൊണ്ട് എന്റെ മോളുടെ കാര്യങ്ങൾ നോക്കാൻ, എന്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനി ചോദിച്ചു, എന്റെ മക്കളോ, അപ്പൊ പിന്നെ ഞാൻ ആരാ ഞാൻ ആരാണെന്ന് അച്ഛൻ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടതും പറയേണ്ടതും നീ തന്നെയാണ്. അന്ന് കളക്ടറേറ്റിലേക്ക് ഞാൻ നിന്നെ കാണാൻ വന്നൊരു ദിവസം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ നിനക്കത്? അന്ന് സ്വന്തം അച്ഛനാണെന്നുള്ള ഒരു നോട്ടമോ ആ ഒരു ബഹുമാനം ഒന്നും തരാതെ മുഖം തിരിച്ച് ഒരു വഴിപോക്കനോട് കാണിക്കുന്ന ഒരു പരിചയം പോലും കാണിക്കാതെ പോയത് നിനക്ക് ഓർമ്മയില്ലേ? അന്ന് മകളോടുള്ള സ്നേഹവും വാത്സല്യത്തോടെയും നിന്ന് ഒരച്ഛൻ എന്ന നിലയ്ക്ക് ഞാൻ അന്ന് വന്നപ്പോ നീ അന്ന് എന്റെ മുഖം തിരിഞ്ഞാണ് പോയത്. സത്യത്തിൽ അപമാനഭാരം കൊണ്ട് തല കുനിച്ചാണ് ഞാൻ അന്ന് ആ കളക്ടറേറ്റിൽ നിന്ന് ഇറങ്ങിയത് എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ സങ്കടത്തോടെ ശാലിനിയോട് പറഞ്ഞപ്പോഴേക്കും അവിടെ കൊണ്ട് തീർന്നു ഞാനും നീയും തമ്മിലുള്ള ബന്ധം. ഇപ്പൊ ഞാൻ വന്നത് എന്റെ മകൾക്ക് വേണ്ടി നീ ചെലവഴിച്ച പണം നിനക്ക് തിരിച്ചു തരാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണനോട് ശാലിനി പറഞ്ഞു, ഞാനത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്ന് പറഞ്ഞതും ശരിയാ, നിന്റെ മാനസികാവസ്ഥ, അത് നിന്റെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് പെരുമാറാൻ ഈ ഗോപാലകൃഷ്ണനെ കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വന്നത് ഈ പണം തരാനാണ്, ഇത് വാങ്ങിച്ചോ, ഈ പണം ഇനി എന്റെ മക്കൾക്ക് വേണ്ട എന്ന് പറഞ്ഞതും പിടിക്കാതെ ശാലിനി അത് തിരിച്ചു മേടിക്കാൻ കൂട്ടാക്കാതെ മുഖം തിരിച്ചതും ഗോപാലകൃഷ്ണൻ ആ പണം കൊണ്ടുവന്ന് ആ ചാവടിയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ ശാലിനിയോട് പറഞ്ഞു, നിന്നെ തോപ്പിക്കാനോ എനിക്ക് ജയിക്കാനോ വേണ്ടിയല്ല ഞാനത് ചെയ്യുന്നത്, ഇത് എന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി മാത്രം. പിന്നെ ഒറ്റയൊരു കാര്യം കൂടി, ഉത്തരത്തിലിരിക്കുന്ന ഭിത്തിയിലിരിക്കുന്ന പല്ലിക്ക് ഒരു വിചാരമുണ്ട്, ആ പല്ലിയുടെ കൈ കൊണ്ടാണ് ഈ ഭിത്തി താങ്ങി പിടിച്ചിരിക്കുന്നതെന്ന്. എന്നാൽ ആ കൈ ഒന്ന് വിട്ടാൽ അതോടെ തീർന്നു പല്ലിയുടെ അഹങ്കാരമെല്ലാം. അതുകൊണ്ട് അഹങ്കാരമൊക്കെ ആവാം, പക്ഷേ അത് കുറച്ച് ഒന്ന് ശരിക്കൊന്ന് മനസ്സിരുത്തിയിട്ട് ഈ ലോകത്തെ ഒന്ന് മനസ്സിലാക്കിയിട്ടും അഹങ്കരിക്കുന്നതായിരിക്കും നല്ലത്. ഇത്രേ എനിക്ക് പറയുവാനുള്ളൂ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ
ശാലിനിയോട് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ശാലിനി വേദനയോടെ അച്ഛാ എന്ന് വിളിച്ച് പിന്നാലെ ചെന്നു. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ ആ വിളിയൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ വേഗം തന്റെ ഓട്ടോയിൽ കയറി അവിടുന്ന് പുറപ്പെട്ടു. എനിക്ക് ഇതിൽ കൂടുതൽ ഇത്രയൊക്കെ ഞാൻ ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനായി പോയില്ലേ, എനിക്കൊരു സമാധാനം വേണ്ടേ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ശാലിനിയുടെ നേരെ അങ്ങനെ ഒരു നീക്കം നടത്തി അവിടുന്ന് പോയി കഴിയുമ്പോൾ അകത്തേക്ക് കയറിയ പിള്ളച്ചേട്ടൻ ഇക്കാര്യം സത്യാമ്മയോട് പറഞ്ഞു. ഗോപാലകൃഷ്ണൻ വന്നിരുന്നോ, എന്നിട്ട് എന്നെ ആരും വിളിക്കാതിരുന്നത് എന്താ കാര്യം എന്നൊക്കെ സത്യാമ്മ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ പിള്ളച്ചേട്ടൻ പറഞ്ഞു, അത് ശാലിനി കുഞ്ഞുണ്ടായിരുന്നു അവിടെ, എന്തോ പണമിടപാടോ മറ്റോ ആയിരുന്നു രണ്ടുപേരും തമ്മില്, അതുകൊണ്ട് പിന്നെ വല്ലാത്ത ദേഷ്യത്തിലുമായിരുന്നു വന്നത് എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണന്റെ ആ വരവിനെ കുറിച്ച് പിള്ളച്ചേട്ടൻ പറഞ്ഞത് കേട്ട് സത്യാമ്മ പറഞ്ഞു, ആ അതാന്ന് എനിക്കും തോന്നി, അവരച്ഛനും മോൾക്കും ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന്. പണം പണത്തിന്റെ കാര്യം, പണത്തിന്റെ ആവശ്യം പറഞ്ഞ് ഇവിടെ എത്തിയപ്പോ തന്നെ എനിക്കത് തോന്നി. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയായിരുന്നു, ശാലിനിക്ക് എങ്ങനെ എന്നെ ഒന്ന് വിളിക്കായിരുന്നു, കാരണം ഞാനത് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചേനെ എന്ന് സത്യാമ്മ പറഞ്ഞു. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് രാഘവൻ നായർ എത്തി. ആര് വന്നെന്നാ ഭാമി പറയുന്നത് എന്ന് ചോദിച്ചിട്ടും, അത് ശരി, ഗോപാലേട്ടൻ എവിടെയായിരുന്നു? ശാലിനിയുടെ അച്ഛൻ ഗോപാലകൃഷ്ണൻ, രാഘവേട്ടൻ എവിടെയായിരുന്നു? ശാലിനിയുടെ അച്ഛൻ ഇവിടെ കുറച്ചു മുമ്പ് വന്ന കാര്യം ശാരദ, രാഘവേട്ടൻ എന്താ അറിയാതെ പോയത്? ഗോപാലകൃഷ്ണൻ ഇവിടെ വന്നിരുന്നല്ലോ എന്ന് പറഞ്ഞതും, ഗോപാലകൃഷ്ണൻ വന്നോ? വീണ്ടും അയാൾ പണം ആവശ്യപ്പെട്ട് വന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല, പണം കൊടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞു. ശാലിനിയുടെ കയ്യിൽ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതെന്ന് സത്യാമ്മ പറഞ്ഞപ്പോ അത് കേട്ട രാഘവൻ നായർ ചോദിച്ചു, പണം തിരിച്ചു കൊടുക്കാനോ? എന്താ പ്രശ്നം? അച്ഛനും മോക്കും ഇടയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് സാറേ. ദേഷ്യത്തോടെ പണം കൊടുത്തിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് ഗോപാലകൃഷ്ണൻ പോയി എന്ന് പറഞ്ഞു. ഇത് കേട്ടതും രാഘവൻ നായർ ചോദിച്ചു, അതിരിക്കട്ടെ, വിഷ്ണു എവിടെ? വിഷ്ണുവിനെ കണ്ടില്ലല്ലോ, അവൻ എവിടെ പോയി എന്ന് ചോദിച്ചതും, അവരച്ഛനും മക്കളും അല്ലേ, അവരവരുടെ പരിഭവം പിണക്കമൊക്കെ അവര് പറഞ്ഞു തീർത്തോളും എന്ന് ഗോപാലകൃഷ്ണനെ കുറിച്ചും ശാലിനിയെ കുറിച്ചും രാഘവൻ നായർ പറഞ്ഞിട്ട് വിഷ്ണുവിനെ അന്വേഷിച്ചു. അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, അത് പിന്നെ വിഷ്ണു വരുന്നത് എന്തിനാ ഇത്ര പെട്ടെന്ന്, എന്താ രാഘവേട്ടന് കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും പിള്ളച്ചേട്ടൻ പറഞ്ഞു, വിഷ്ണു കുഞ്ഞിനെ ശാലിനി എന്തോ ഒരു ആവശ്യത്തിനായി പറഞ്ഞു വിട്ടിരിക്കുക, വരാൻ ഒരല്പം വൈകും. അപ്പോഴാണ് സത്യമ്മയോട് രാഘവൻ നായർ പറഞ്ഞത്, അതെങ്ങനെ ശരിയാവും, എന്റെ മരുന്നും കുഴമ്പൊക്കെ തീർന്നിരിക്കുക, അത് മേടിക്കാനായിരുന്നു എന്ന് പറഞ്ഞപ്പോ സത്യമ്മ പറഞ്ഞു, അതിനെന്താ, ഈ പിള്ളയെ കൂട്ടി പോയാ പോരെ, പിള്ള അത് വാങ്ങിച്ചു തരുമല്ലോ എന്ന് ചോദിച്ചതും, പിന്നെ പിള്ളയുടെ മുഖത്തോക്ക് നോക്കി ഞാൻ എങ്ങനെയാ കടയിലെല്ലാം കയറി ഇറങ്ങുന്നത്? വിഷ്ണു ഉണ്ടെങ്കിലേ അവന്റെ കൂടെ ഞാൻ മാസത്തിലൊരിക്കലും ആഴ്ചയിലൊരിക്കലും ഒക്കെ ഇങ്ങനെ ഒരു ജീപ്പിലൊരു യാത്ര നടത്താറുള്ളൂ എന്ന് രാഘവൻ നായർ അറിയിച്ചു. എന്തെങ്കിലും ചെയ്യ്, രാഘവേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്യ്, ഞാൻ അത്രേ പറയുന്നുള്ളൂ, പൊന്നി നീ ഇങ്ങി വന്നേ എന്ന് പറഞ്ഞ് സത്യം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ഗോപാലകൃഷ്ണനോട് പിള്ള പറഞ്ഞു, അതെ, രാഘവൻ നായരോട് പിള്ള പറഞ്ഞു, അതെ സാറേ, ഒരു കാര്യം ഞാൻ പറയാം, വിഷ്ണു കുഞ്ഞിന്റെ തിരക്ക് സാറിന് അറിയാവല്ലോ, അതുകൊണ്ടേ തിരക്ക് പിടിച്ച് എന്തെങ്കിലും കാര്യത്തിന് പോയാലേ അത് തീർന്നിട്ടേ ആള് വരികയുള്ളൂ, പിന്നെയും ഈ പിള്ള തന്നെ കൂടെ കാണുവുള്ളൂ, ഇഷ്ടത്തിന് എവിടെ പോകാനും വരാനും ഒക്കെ, മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടോ പിള്ളേ, ഞാൻ തന്റെ കാര്യം മനഃപൂർവ്വം മറന്നു പറഞ്ഞല്ലടോ, എങ്കിലും ഈ അവന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോഴേ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു മോനുണ്ടെന്നും അവന്റെ കൂടെ നടക്കുമ്പോൾ നമുക്കൊരു ധൈര്യവും ഒരു സന്തോഷവും ഒക്കെയാ, അത് പറഞ്ഞ തനിക്ക് മനസ്സിലാവില്ലടോ, ഒരു ആൺകുട്ടിയുള്ളതിന്റെ ആ ഒരു സന്തോഷവും ധൈര്യവും ഒക്കെ അതൊന്ന് വേറെ ആടോ എന്ന് പറഞ്ഞപ്പോ അത് കേട്ട പിള്ളച്ചേട്ടൻ പറഞ്ഞു, ഓ അത് ശരിയാ സാറേ, എനിക്കുള്ളത് രണ്ട് പെൺമക്കളല്ലേ, അവർക്ക് ഈ അച്ഛന്റെ വേദനയും സങ്കടവും ഒക്കെ അവർക്ക് അവരെന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ല, അവരെന്നെ എത്രത്തോളം സ്നേഹിച്ചാലും അവർക്ക് അവരുടെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാതെ, ഭർത്താവിന്റെ ഈ കുടുംബത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാതെ അവർക്കൊന്നും ചെയ്യാനാവില്ലല്ലോ, കാരണം അവര് വിവാഹം കഴിച്ച് ചെന്ന് കയറുന്ന വീട് ഏതാണോ അതാണല്ലോ അവരുടെ കുടുംബം എന്ന് പറയുന്നത് എന്ന് രമണൻപിള്ള പറഞ്ഞു. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ രമണൻപിള്ളയുടെ വാക്ക് കേട്ട് രാഘവൻ നായർ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ രമണൻപിള്ള പറഞ്ഞു, പക്ഷെ ആൺമക്കളാകുമ്പോൾ അങ്ങനെയല്ല, അവരുടെ സ്നേഹവും കരുതലും മറ്റെങ്ങും പോവില്ല, അവരെന്നും ആ കുടുംബത്ത് തന്നെ ഉണ്ടാവും, അച്ഛനോടും അമ്മയോടും ആ സ്നേഹത്തോടെയും കരുതലോടെയും എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ അതെല്ലാം കേട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രമണൻപിള്ള മനസ്സിൽ ചിന്തിച്ചു, അതെ, സത്യത്തിൽ സാറ് ഭാഗ്യവാനാണ് സാറേ എന്ന് രമണൻപിള്ള രാഘവൻ നായരോട് പറഞ്ഞു. സാറിന് ഒരാൺകുട്ടി ഉണ്ടല്ലോ, സാറ് ഈ ഒരു കാര്യത്തിൽ ഭാഗ്യവാൻ തന്നെയാ എന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷത്തോടെ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന രാഘവൻ നായരെ നോക്കി മനസ്സിൽ രമണൻപിള്ള പറഞ്ഞു, എന്റെ ഈശ്വരന്മാരെ, ഈ സാറിന്റെ സന്തോഷം കാണുമ്പോ ഇത്രത്തോളം സ്നേഹിക്കുന്ന, മനസ്സിൽ ഇത്രയും സ്നേഹം
കരുതി വെച്ചിരിക്കുന്ന ഈ പാവ അച്ഛന്റെ സങ്കടം നിങ്ങൾ കാണണേ ഭഗവാനെ. എത്രയും വേഗം ഈ വീടിന്റെ വെളിച്ചമായ വിഷ്ണുക്കുഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് മടങ്ങിയെത്തണേ. ആ കുഞ്ഞിന് ഒരാപത്തും വരാതെ വിഷ്ണുക്കുഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിലേക്ക് മടങ്ങി വരണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് രമണപിള്ള അങ്ങനെ നിന്നു. ഇത് കണ്ടതും രാഘവനാര് ചോദിച്ചു, എന്തിനാടോ പിള്ളേ താൻ കരയുന്നത്? തന്റെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ. തനിക്ക് എന്തെങ്കിലും ആവശ്യം ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ പോരടോ, ഞാനത് സാധിച്ചു തരില്ലേ എന്ന് ചോദിച്ചപ്പം രമണപിള്ള ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞ് രാഘവൻ നായരെ നോക്കിയിട്ട് പറഞ്ഞു, സാറേ ഈ പ്രാർത്ഥനയും ഒക്കെ ഞാൻ അങ്ങ് ഭഗവാനോടാണ് നടത്തിയിരിക്കുന്നത്. എൻ്റെ ഈ പ്രാർത്ഥന ഭഗവാൻ സാധിച്ചു തരും, എനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞ് പിള്ളയും അവിടെ നിന്ന് പോന്നു. അതിനുശേഷം ഒരു ഓട്ടോയിൽ ചന്ദ്രയും നിർമ്മലയും കൂടി നേരെ വാടക വീട്ടിലേക്ക്, ശിവന്റെ വാടക വീട്ടിലേക്ക് വന്നിറങ്ങി. അവര് വാതിൽ തുറക്കാൻ നോക്കിയപ്പോ വാതിൽ അടച്ചിട്ടിരിക്കുകയെന്ന് കണ്ടതും ശിവൻ എവിടെയോ പോയി എന്ന് മനസ്സിലായി. സാധാരണ കീ വെക്കുന്നിടത്ത് എവിടെയെങ്കിലും അതുണ്ടാവുമെന്ന് നിർമ്മല പറഞ്ഞതും അവിടെ എല്ലാം നോക്കിയിട്ട് ചന്ദ്ര പറഞ്ഞു, ഇല്ലമ്മേ, സാധാരണ വെക്കാറുള്ളിടത്തൊന്നും കാണുന്നില്ല. എന്നാ നീ ശിവനെ വിളിച്ചു നോക്ക്, ഇനി ഒരു പക്ഷെ അപ്പുറത്തെ റാണിയുടെ കയ്യിലെങ്ങാനും താക്കോൽ കൊടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞപ്പോ ശിവനെ വിളിച്ചിട്ടും ഫോൺ കണക്ട് ആവുന്നില്ല, അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴേക്കുമാണ് അവിടേക്ക് വേലായുധൻ എത്തിയത്. വേലായുധൻ വന്നിട്ട് പറഞ്ഞു, ആ നിങ്ങൾ എത്തിയോ? ദാ ശിവനെ എന്തോ അത്യാവശ്യമായിട്ട് പുറത്തു പോയിരിക്കുക. ഇതാ വീട് പൂട്ടിയിട്ട് താക്കോൽ എന്നെ ഏൽപ്പിച്ചു, ചന്ദ്രക്കുഞ്ഞ് ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് ദേ താക്കോൽ എന്ന് പറഞ്ഞ് താക്കോല് കയ്യിലേക്ക് കൊടുക്കുമ്പോ ചന്ദ്ര ചോദിച്ചു, അല്ല റാണി എവിടെ? അവളെ കണ്ടില്ലല്ലോ. അല്ല ഇപ്പൊ ഇങ്ങനെ എത്രതാണല്ലോ എന്ന് ചോദിച്ചതും അവള് മാർക്കറ്റിൽ എവിടെയോ പോയിരിക്കുക. എനിക്ക് പ്ലംബർ ആ ഗിരീഷിനെ ഒന്ന് കാണണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ഞങ്ങളോട് പറയണം കേട്ടോ. ശിവൻ ഇവിടെ ഇല്ല എന്ന് വെച്ചാൽ പറയാതിരിക്കരുത് എന്ന് പറഞ്ഞതും ഇല്ല പറഞ്ഞോളാം എന്ന് അവർ തലകുലുക്കി പറയുന്നു. അതിനുശേഷം അവിടെ നിന്ന് വേലായുധൻ പോവുകയും ചെയ്തു. അപ്പോഴാണ് നിർമ്മല പറഞ്ഞത്, എടി മോളെ, നീ ശിവനെ ഒന്ന് വിളിച്ചു നോക്ക്, നമ്മളിവിടെ എത്തി വരുമെന്ന് പറയണ്ടേ എന്ന് പറഞ്ഞപ്പോ ശിവേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്ത് പറയാനാണെങ്കിലും വിളിച്ചിട്ട് കിട്ടണ്ടേ, ഫോൺ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് എവിടെയാണ് ശിവേട്ടൻ എന്ന് പറഞ്ഞ് ചന്ദ്രയും നിർമ്മലയാകെ വിഷമിച്ചിരുന്നു. അപ്പോഴേക്കും ചന്ദ്ര ചോദിച്ചു, അമ്മേ, ഇനി അച്ഛന്റെ കാര്യം എങ്ങനെയാ? ഭക്ഷണവും മരുന്നും ഒക്കെ അച്ഛൻ കൃത്യസമയത്ത് മരുന്നൊക്കെ കഴിക്കുവോ? അമ്മ മരുന്നെടുത്ത് കൊടുക്കുമ്പോഴാ മരുന്നിന്റെ കാര്യം തന്നെ അച്ഛൻ അറിയുന്നത്. ഇനിയിപ്പോ എങ്ങനെയാ എന്ന് ചോദിച്ചതും എന്തായാലും നീ കണ്ടതല്ലേ, നമ്മളോടൊരു വാക്ക് പറയാൻ പോലും സമ്മതിച്ചില്ലല്ലോ, പറഞ്ഞു തുള്ളി നിൽക്കുകയല്ലായിരുന്നോ? എന്തായാലും നീ ഒന്നുകൂടെ ശിവനെ വിളിച്ചു നോക്ക്, എന്നിട്ട് ആ സ്വാമിയെ വിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നൊക്കെ ഒന്ന് അറിയാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിലും ഒരു ദിവസം ഞാൻ അവിടെ ഇല്ലാത്തപ്പോ എന്താ സംഭവിക്കുകയെന്നും എന്റെ കുറവെന്താണെന്നും ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് വിഷമത്തോടെ നിർമ്മലയിരുന്നു. അപ്പോഴും ശിവന്റെ ഫോണിലേക്ക് ചന്ദ്ര വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് അതിനൊക്കെ ശേഷം തിരിച്ച് മധുരയിൽ നിന്ന് തിരിച്ചു മടങ്ങി വരുന്ന വഴിക്ക് ശിവനും രേഷ്മയും കൂടി യാത്ര അങ്ങനെ ചെയ്യുമ്പോ പെട്ടെന്ന് ശിവൻ നെഞ്ചത്ത് കൈ വെക്കുന്നതായിട്ട് രേഷ്മ കണ്ടു. രേഷ്മ ചോദിച്ചു, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശിവ എന്ന് ചോദിച്ചതും വല്ലാത്തൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞപ്പോ, എന്നാ വണ്ടി ഒരുക്ക്, കുറച്ച് നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് പോകാം, കുറെ ദൂരം യാത്ര ചെയ്യാനുള്ളതാ എന്ന് രേഷ്മ പറഞ്ഞപ്പോഴേക്കും ശിവൻ പറഞ്ഞു, സാരയില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോഴും ആകെ സംശയത്തോടെ രേഷ്മ ശിവനെ നോക്കി. ശിവ, നെഞ്ചുവേദന വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചതും ഇല്ലാത്ത വേദന പറഞ്ഞുണ്ടാക്കല്ലേ എന്നായിരുന്നു ശിവന്റെ മറുപടി. ഉടനെ ആകെ ടെൻഷനോടെ ഇരിക്കുന്ന ശിവനെ നോക്കി രേഷ്മ ചോദിച്ചു, എന്താ ശിവ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം, അല്ല, നമ്മള് കറക്റ്റ് റൂട്ടിൽ തന്നെയല്ലേ പോകുന്നത്, വഴി തെറ്റിയിട്ടൊന്നും ഇല്ലല്ലോ നമുക്ക് എന്ന് ചോദിച്ചതും, ഇല്ല, കറക്റ്റ് വഴി തന്നെയാ എന്ന് രേഷ്മ പറഞ്ഞു. എന്നാ പിന്നെ പോകാം, എന്തോ കുഴപ്പമുള്ളതുപോലെ, ഒരു ദുസൂചന പോലെ, അതാ ഞാൻ ഇങ്ങനെ ചോദിച്ചത്. എന്തായാലും വരുന്നത് നേരിടാം, വരുന്ന വഴിക്ക് നോക്കാം എന്ന് പറഞ്ഞ് ശിവൻ വണ്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോ രേഷ്മ പെട്ടെന്ന് ആലോചിച്ചു, എല്ലാം വിഷ്ണുവിനെ പോലെ തന്നെയാണല്ലോ ശിവന്റെ സംസാര രീതികളൊക്കെ. ശാരദാമ്മ പറഞ്ഞതുപോലെ എല്ലാം ഓരോ നിമിത്തമായിട്ട് തോന്നുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അരികിലിരുന്ന് രേഷ്മ വേഗം തന്നെ വിഷ്ണു എന്നൊന്ന് ശിവനെ വിളിച്ചു നോക്കി. അപ്പോഴേക്കും ശിവൻ വിളി കേട്ടു. എന്താ രേഷ്മ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല, വെറുതെ എന്ന് പറഞ്ഞ് രേഷ്മ പെട്ടെന്ന് ആകെ അങ്കലാപ്പോടെ താൻ വിളിച്ചത് കേട്ടതുപോലെ വിഷ്ണുവിനെ പോലെ തന്നെ ശിവൻ പെരുമാറുന്നല്ലോ എന്നൊരു അങ്കലാപ്പിൽ ആകെ ഒരു ഞെട്ടലിൽ ആ ജീപ്പിൽ തന്നെ ഇരിക്കുകയാണ് രേഷ്മ. അങ്ങനെ അവരുടെ ജീപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ വഴിയരികിൽ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു ബൈക്ക് ആക്സിഡന്റ് ആയതുപോലെ ഒരാൾ വഴിയിൽ കിടക്കുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ശിവനും രേഷ്മയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ശിവൻ പെട്ടെന്ന് അയാളുടെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, ഹലോ ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് അയാളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. അപ്പോഴേക്കും ബൈക്കും അയാളും കിടക്കുന്നത് കണ്ടപ്പോഴേക്കും ശിവന് മൊത്തത്തിലൊരു സംശയം തോന്നി.
അതെ, കിടപ്പ് കണ്ടിട്ട് ഇത് ആക്സിഡന്റ് സംഭവിച്ചതാണെന്ന് തോന്നുന്നില്ലല്ലോ രേഷ്മ. ഇതെന്തോ കളിയാണല്ലോ എന്ന് ശിവൻ ഇങ്ങനെ സംശയപ്പെട്ട് നോക്കുമ്പോഴേക്കും ശിവനെയും നേരിടാനായിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്തതുപോലെ കൊട്ടേഷനിലുള്ള ആ സംഘത്തിലുള്ള ആളുകൾ ഓരോരുത്തരായിട്ട് വേഗം ആ കാട്ടിൽ പലയിടത്തായി ഒളിച്ചിരുന്ന ആ മരങ്ങൾക്കിടയിലായിട്ട് അവർ പതുങ്ങിയിരുന്ന ആളുകൾ ഓരോരുത്തരും വേഗം ശിവനെ നേരിടാനായി പുറത്തേക്ക് ഇറങ്ങി വന്നു. അവർ ആയുധങ്ങളുമായിട്ട് ശിവനോട് ഏറ്റുമുട്ടാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും തന്നെ ഇല്ലാതാക്കാനായി ആരോ മനഃപൂർവ്വം ഏർപ്പാട് ചെയ്തതുപോലെ, കൊട്ടേഷൻ ഏറ്റെടുത്തതുപോലെ തന്റെ പിന്നാലെ വന്നിറങ്ങുന്ന അവരെ നോക്കി ദേഷ്യത്തോടെ ശിവൻ നോക്കി നിൽക്കുന്നു.